റൈഫിൾ ക്ലബ് ഡയറക്ടഡ് ബൈ ആഷിഖ് കപൂർ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ രണ്ട് പടങ്ങൾ നാരദനും നീല വെളിച്ചവും എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ പഴയ ആഷിഖ് കപൂർ ഇല്ലേ, സാൾട്ട് ആൻഡ് പെപ്പറും ഇടുക്കി ഗോൾഡും മായാനദിയൊക്കെ ചെയ്തിട്ടില്ല ആ ഒരു കിടിലൻ ഡയറക്ടറുടെ ലെവലിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പടം. ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളതും ആഷിഖ് കപൂർ തന്നെയാണ്. ഒരു വെസ് ആൻഡേഴ്സൺ പടങ്ങളൊക്കെ കണ്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു കളർ കോമ്പിനേഷനിലാട്ടോ പടം പോകുന്നത്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. മൂന്നാൾക്കാർ ചേർന്നിട്ടാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, അതുപോലെ തന്നെ സുഹാസ്. പടം 2 മണിക്കൂറിൽ താഴെയുള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചെറിയ പടമാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യേയില്ല. ഒരു കിടിലമായിട്ടുള്ള സ്റ്റോറി, കുഞ്ഞ് സ്റ്റോറിയാണ്, പക്ഷെ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എഴുതിയിട്ടുള്ള വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്. ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് റെക്സ് വിജയനാണ്. മ്യൂസിക് 2 പാട്ടുകൾ ഈ പടത്തിലുണ്ട്. ആ 2 പാട്ടും പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിരുന്നു. പടത്തിൽ ഹനുമാൻ കൈൻഡിന്റെ ഒരു എൻട്രി ഉണ്ട്, 2 എൻട്രി ഉണ്ട്. ഒന്നാമത്തെ എൻട്രി ക്ലാസ് ആയിരുന്നു, രണ്ടാമത്തെ എൻട്രി മാസ് ആയിരുന്നു കേട്ടോ. അതിന്റെ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നത് ഗംഭീരം. അതിന് ഒരു വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ആ ഒരു എൻട്രിക്ക് ഉണ്ടാവും. ഒന്ന് കണ്ടു നോക്കാം, തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഗംഭീരമായിട്ടുള്ള എൻട്രി ആയിരുന്നു ഹനുമാൻ കൈൻഡിൻ്റെത്. അപ്പൊ ഞാൻ പറഞ്ഞത് മ്യൂസിക്കിന്റെ കാര്യമാണ്. നേഹ നായർ, അതുപോലെ തന്നെ യക്സൻ ഗ്യാരി പെരേര, റെക്സ് വിജയൻ, ഈ 3 ആൾക്കാർ ചേർന്നിട്ടാണ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് വി സാജനാണ്. കളർ ഗ്രേഡിംഗ് ആരാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, പക്ഷെ നല്ല രസത്തിന് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഒരു കൗബോയ് പടങ്ങളെല്ലാം ഉണ്ടാവില്ലേ ഹോളിവുഡിൽ, ആ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടാണ് ഈ സിനിമയിൽ ഇതിന്റെ കളറിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഗംഭീരമായിരുന്നു. പടത്തിന്റെ ആക്ഷൻ, അതായത് അടി ഇടി വെടി, തുടക്കം മുതൽ തന്നെ അടി ഇടി വെടിയാണ്. അതൊക്കെ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇതിന്റെ അഭിനേതാക്കളെ കുറിച്ചിട്ടാണ്. സ്റ്റാർ കാസ്റ്റ്, അതായത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, റാഫി, പ്രശാന്ത് മുരളി, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, പിന്നെ റംസാൻ, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരു ജാഥ നടത്താനും മാത്രമുള്ള ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഉണ്ടാണ്. ആരും അങ്ങനെ വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളല്ല. ഇതിൽ പൊന്നമ്മ ബാബു അഭിനയിച്ചിട്ടുണ്ട്, ദർശന അഭിനയിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ റോളുകളാണ്, പക്ഷെ അതൊരിക്കലും ഒരു കുഞ്ഞു റോളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതുപോലെ തന്നെ ഈ പടത്തിൽ ഇപ്പോൾ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ സുരേഷ് കൃഷ്ണ, അതുപോലെ തന്നെ വാണി വിശ്വനാഥ്, ദിലീഷ് പോത്തനും, ഉണ്ണിമായ പ്രസാദും, അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും ദർശനയും. ഈ പേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ഇന്ററാക്ഷൻസ് കാണിക്കുന്ന സീനുകൾ സിനിമയിൽ വളരെ കുറവാണ്. പക്ഷെ ഇന്ററാക്ഷൻ കാണുമ്പോൾ തന്നെ ഇവർ തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്. ഈ കഥാപാത്രങ്ങൾ തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒരു ഭയങ്കര മാജിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വിസിബിൾ ആയിട്ട് അങ്ങനെ വലിയ കണക്ഷൻ ഒന്നും നമ്മളെ കാണിച്ചു തരില്ല. പക്ഷെ കഥാപാത്രങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. പൊന്നമ്മ ബാബു, അതുപോലെ തന്നെ രാജു എന്നുള്ള ആക്ടറും ഇതിൽ പേരായിട്ടാണ് അഭിനയിക്കുന്നത്. ഇവരുടെ ചില ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കാണുന്ന സമയത്ത് ഇവർ ഒരുപാട് നാളായിട്ട് പേരായിട്ട് ഉള്ള കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ആ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിന്റെ ആ ഒരു ബലം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് വിജയരാഘവന്റേതാണ്. അത് പിന്നെ പറയേണ്ട കാര്യം, ലെജൻഡറി ആക്ടറാണ്, നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിഷ്ണു അഗസ്ത്യ അറിയാലോ, ഓ ബേബിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അയാൾ നല്ല നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ വന്നിട്ടുള്ള ഡയലോഗ്സ്, അതായത് ചില ഹുക്ക് ലൈൻസ് പോലത്തെ ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മാസ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, ഒരു നമ്മുടെ ഈ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഡയലോഗ് ഡെലിവറീസ് ഉണ്ട്. സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിക്കാവും. അതായത് ഒരു വൺ ടൈം ക്ലിക്കാവുന്ന ചില സാധനങ്ങളുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടിരിക്കാനായിട്ട്. അതായത് നമ്മൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില സാധനങ്ങളുണ്ട്. പക്ഷെ ചെറുപ്പക്കാർ മാത്രമല്ല, പഴയ ജനറേഷനിലുള്ള ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു വരുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അനുരാഗ് കശ്യപിന് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ പടങ്ങളിൽ വന്ന് വെടികൊണ്ട് ചാവാം എന്നെന്തോ നേർച്ചയോ മറ്റോ നേർച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ലിയോയിൽ വന്നു വെടികൊണ്ടു, മഹാരാജയിൽ വന്നു അത്യാവശ്യം നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഈ പടത്തിലും നല്ല ബ്ലഡ് ബാത്ത് തന്നെയുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. നല്ല പെർഫോമൻസ് ആയിരുന്നു. നെഗറ്റീവ് ലീഡിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. സിനിമയുടെ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് 1990s മാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. വയനാട്ടിലാണ് ഈ പറയുന്ന റൈഫിൾ ക്ലബ്ബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റോറി തന്നെ രസമാട്ടോ, ഒരു ഹോളിവുഡ് ലെവലിൽ ആലോചിക്കാൻ പറ്റിയൊരു സ്റ്റോറിയാണ്. വളരെ നൈസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലന്മാരൊക്കെ ഗംഭീരമാണ്. വില്ലന്മാരും അതുപോലെ തന്നെ ഒരു ഉത്സവം നടത്താനും മാത്രമുള്ള വില്ലന്മാർ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപ് അതിന്റെ ടീം.
അനുരാഗിന്റെ മകനായിട്ടാണ് നമ്മുടെ ഹനുമാൻ കൈൻഡ് അഭിനയിച്ചിട്ടുള്ളത്. നല്ല നൈസായിട്ട് വെടിപ്പായിട്ട് തന്നെ ചങ്ങായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സ്വാഗാണ്, ഒരു വേറെ തന്നെ സ്വാഗായിരുന്നു ചങ്ങായിയുടെ അഭിനയം. എന്താണ് ഡയലോഗ്, അയാളുടെ സ്റ്റൈല്, അതെല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ അയാളുടെ അനിയനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ വിനീത് കുമാറിന്റെ കഥാപാത്രവും അയാളുടെ ഒരു സ്റ്റോറിയൊക്കെയാണ്. ഒരു സിനിമാ നടനായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത്. ആ ഒരു കഥാപാത്രം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പടം ചിലപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബ് എന്നുള്ളത് ഒരു പടക്കക്കട പോലെ എന്താണ് നമുക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുമായിരുന്നു. അതിന്റെ മാത്രം സ്റ്റോറിയായി പോയേനെ. ഈ സിനിമാ നടന്റെ ഒരു ലെയർ കൂടി വരുന്നത് കൊണ്ടാണ് ഈ പടം കുറച്ചുകൂടി എൻജോയബിൾ ആയത്, കുറച്ചുകൂടി നല്ല എൻജോയബിൾ ആയത്. നൈസ് ആയിട്ടുള്ള ഒരു പടം. കുഞ്ഞി പടമാണ്, പക്ഷെ ചെറിയ പടമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് പാർട്ടിനും തേർഡ് പാർട്ടിനൊക്കെ സാധ്യതയുള്ളൊരു പടമാണ്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ അവസാനിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എന്താണ് മലയാള സിനിമ തീരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിന്റെ ലീഡൊക്കെ കാണിച്ചിട്ടാണ് അവസാനിപ്പിക്കുക. പക്ഷെ ഈ പടം അങ്ങനെ സെക്കൻഡ് പാർട്ടിന്റെ ലീഡൊന്നും തരുന്നില്ല. പക്ഷെ സെക്കൻഡ് പാർട്ട് ഡിസർവ് ചെയ്യുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുള്ള സ്റ്റഫ് അതിനകത്തുണ്ട്. സോ കിടിലമായിട്ടുള്ളൊരു പടം, നല്ല വെടിപ്പടം, എന്താണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്റർടൈൻ ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയ, അടിച്ചു പൊളിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഇടി വെടിപ്പടം. അതാണ് ആഷിഖ് അബുവിന്റെ റൈഫിൾ ക്ലബ്ബ്. നല്ല രീതിയിൽ നല്ല വെടിച്ചിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഗുഡ്.